16 വർഷങ്ങൾ കഴിഞ്ഞുപോയി. കൊച്ചു രാജകുമാരി രാജ്യത്തെ ഏറ്റവും മനോഹരിയായ പെൺകുട്ടിയായി വളർന്നു കഴിഞ്ഞു. തവള പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. തലമുടി സൂര്യകിരണങ്ങൾ പോലെ സ്വർണ്ണ നിറമാർന്നതും. എൻ്റെ പേര് ശിവാനി. ഞാൻ പനങ്ങാട് നോർത്ത് UP സ്കൂളിലെ 5ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിയാണ്. എൻ്റെ അച്ഛൻ ഇതാണ്. എൻ്റെ അച്ഛൻ്റെ പേര് മനു VP എന്നാണ്. ഇതമ്മ ഷീബ VK. ഇതിൻ്റെ അമ്മമ്മയാണ്. അമ്മമ്മയുടെ പേര് മുത്തുമണി എന്നാണ്. ഞാനിവർക്ക് ഒരുപാട് കഥകൾ വായിച്ചു കൊടുക്കാറുണ്ട്. കഥകളും കവിതകളൊക്കെ വായിച്ചു കൊടുക്കാറുണ്ട്. ഇവർക്കതിഷ്ടമാണ്. അപ്പോൾ ഇവരും അതിൽ അവിടെ വന്നിരിക്കും. ഞാനിങ്ങനെ വരുന്നതും കാത്തിരിക്കലുണ്ട്. കഥകൾ കേൾക്കാൻ ഒരുപാട് ഇഷ്ടമാണല്ലേ അച്ഛനും അമ്മ? ഒരു ദിവസം എങ്ങനെയാ വായിച്ചു കൊടുക്കുന്ന കാര്യം? ഏതെങ്കിലും ഒരു ബുക്ക്, ഒരു നല്ലൊരു ബുക്ക് ലൈബ്രറിയിൽ നിന്ന് സ്കൂളിലെ ലൈബ്രറിയിൽ നിന്ന് കൊണ്ടുവരികയാണെങ്കിൽ ആ ബുക്ക് കുറച്ച് 2 പേജ് മാത്രം ഒരു വായിച്ചു കൊടുക്കും. അങ്ങനെ ഓരോ ദിവസമായിട്ട്. ഓരോ ദിവസം 2 പേജ് വെച്ചാണോ വായിച്ചു? അല്ല, കുറച്ച് പേജ് വായിച്ചു കൊടുക്കും. പഠിക്കാനൊക്കെ മോൾ ആരാ സഹായിക്കാറ്? അമ്മയുടെ ഏച്ചിയുടെ മോളാണ് കൂടുതൽ സഹായിച്ചിട്ടുള്ളത്. അമ്മയുടെ ഏച്ചി ഉണ്ട്, ഓരോ മോൾ. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 5ാം ക്ലാസ്. എന്താ കഥകളോടൊക്കെ ഇത്ര ഇഷ്ടം എന്നുള്ള കാരണം? ഇത് അങ്ങനെയൊന്നുമില്ല. എന്നാലും കോവിഡ് കാലത്ത് സാറുമാർ വീട്ടിൽ പുസ്തകം കൊണ്ടുതരുമായിരുന്നു. അതോടെയാണ് ഞാൻ കൂടുതലും വായന തുടങ്ങിയത്. അപ്പോൾ അച്ഛനും അമ്മക്ക് ഇതിങ്ങനെ പറഞ്ഞു കൊടുക്കാന്നുള്ളത് ഒരു ആശയം എങ്ങനെയാ വന്നത്? അത് അവരെപ്പോഴും ഇങ്ങനെ ഞാൻ വായിക്കുന്നിടത്ത് ഇങ്ങനെ വന്നിരുന്ന് എല്ലാം നോക്കും. അപ്പം ഞാൻ ഓരോന്നായിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. ടീച്ചർമാരൊക്കെ എന്താ പറയുന്നത്? എങ്ങനെയൊക്കെ ചെയ്യുന്നു? അത് അങ്ങനെയൊന്നും പറയില്ല. എന്നാലും നല്ലോണം വായിക്കലൊക്കെ ഉണ്ട്. അങ്ങനെ സപ്പോർട്ടീവാണ്. സപ്പോർട്ടീവ്. എപ്പം മുതലായിരുന്നു മോള് തുടങ്ങിയത്? കോവിഡിന് ശേഷമാണോ? അല്ല, കോവിഡ് കാലം അന്ന് ബുക്ക് കൊണ്ട് തരുന്നോട്ട് ഞാൻ വായിക്കാൻ തുടങ്ങി. ഇനി എന്താണ് നിങ്ങളുടെ ആഗ്രഹം? എന്താ? ഒരു വീട് വെക്കണം. കുറച്ച് അച്ഛനെ അമ്മയെ സഹായിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് ഇപ്പോഴേ. അച്ഛൻ എന്താണ് ജോലി ചെയ്യുന്നത്? പെയിന്റിങ്ങാ. അമ്മ ഹൗസ് വൈഫാണ്. ഈ ചെറുകഥകളാണ് കൂടുതലും വായിച്ചു കൊടുക്കാറ്? പലപ്പോഴും ചെറുകഥകളാണ്. കുറച്ചുകൂടി കാലത്ത് ഇടയ്ക്കിടയ്ക്ക് വായിച്ചു കൊടുക്കാറുണ്ട്. അങ്ങനെയല്ല, ചെറിയ കഥകളാണ് കുറച്ചുകൂടി വായിച്ചെടുക്കാറ്. ശബ്ദമാകട്ടെ അത്യധികം മാധുര്യമുള്ളതും ആയിരുന്നു. പതിനാറ് വർഷങ്ങൾ കഴിഞ്ഞുപോയി. കൊച്ചു രാജകുമാരി രാജ്യത്തെ ഏറ്റവും മനോഹരിയായ പെൺകുട്ടിയായി വളർന്നു കഴിഞ്ഞു. പീച്ച് പഴത്തിൻ്റെ നിറവും പാൽപ്പാടയുടെ കിനിവും ചേർന്ന് അഴകൊഴുകുന്നതായിരുന്നു അവളുടെ മുഖം. അവൾക്ക് രാജാവ് വിവരങ്ങൾ അറിഞ്ഞ് വിസ്മയിച്ചു പോയി. തലമുടി സൂര്യകിരണങ്ങൾ പോലെ സ്വർണ്ണ നിറമാർന്നതും. അച്ഛനാണ് പഠിപ്പിച്ചത്. അല്ല, ഒരു 3ാം ക്ലാസ് തൊട്ട് കുറച്ചുകൂടി നന്നായിട്ട് ആക്കിയിട്ടുണ്ടായിരുന്നു. 2ാം ക്ലാസ്സിൽ അധികം അല്ലായിരുന്നു, നല്ല അറിയുന്ന പോലെ പറഞ്ഞു കൊടുക്കുക. 3ാം ക്ലാസ്സിൽ നിന്ന് കുറച്ചുകൂടി നന്നായിട്ട് എങ്ങനെയാണ് സൈൻ ലാംഗ്വേജ് നോക്കുന്നത്. ഞങ്ങളുടെ സ്കൂളിലെ ഒരു വിദ്യാർത്ഥിനി ശിവാനി ഇന്ന് ഒരു വീഡിയോയോട് കൂടി നാട്ട് എങ്ങും അറിയപ്പെട്ടിരിക്കുകയാണ്. വായനാ ദിനത്തിന് അവരുടേതായി വന്ന ഒരു വീഡിയോ, വായനയിലൂടെ സ്വന്തം മാതാപിതാക്കളെ കഥ പറഞ്ഞ് രസിപ്പിക്കുന്ന ഒരു വീഡിയോ. സാധാരണ കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കുന്ന രക്ഷിതാക്കൾ, പക്ഷേ ഇവിടെ അതിൽ നിന്ന് വ്യത്യസ്തമായി
ജന്മന സംസാരശേഷി ഇല്ലാത്ത അല്ലെങ്കിൽ കേൾവിശക്തി ഇല്ലാത്ത ഈ രക്ഷിതാക്കൾക്ക് വായനയിലൂടെ ആനന്ദം കണ്ടെത്തുന്ന ഒരു കൊച്ചുമിടുക്കി. എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് തന്നെ എനിക്കറിയായിരുന്നു വായനയോടുള്ള കുട്ടിയുടെ ഒരു അടുപ്പം. ബുക്കിനോട് വല്ലാത്തൊരു അടുപ്പം കുട്ടി കാണിക്കുന്നുണ്ടായിരുന്നു. അത് മനസ്സിലാക്കിയാണ് ക്ലാസ് ലൈബ്രറിയിൽ നിന്ന് കൂടുതൽ പുസ്തകങ്ങൾ കുട്ടിക്ക് എത്തിച്ചു കൊടുത്തത്. അവ കൃത്യമായി വായിക്കുകയും അതിൻ്റെ വായനാക്കുറിപ്പുകളും ആസ്വാദനക്കുറിപ്പുകളും അതിനെ ചിത്രമാക്കുകയൊക്കെ ചെയ്ത് കുട്ടി എന്താണ് ഈ ഒരു നിലവാരത്തിലേക്ക് എത്തിയത്. ഇതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ വർഷം നടത്തിയ LSS പരീക്ഷയിൽ ഉയർന്ന മാർക്കോടുകൂടി വിജയിക്കാൻ കുട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും വലിയൊരു സന്തോഷം ഈ കൊച്ചു മിടുക്കിയിലൂടെ ഞങ്ങളുടെ നാടും ഞങ്ങളുടെ സ്കൂളും അറിയപ്പെട്ടതിൽ.